ഒരു പ്രചരണം ആണ് ഒരു ഇലക്ഷന്റെ റിസൾട്ടിനെ മുഴുവൻ നിർണ്ണയിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ പ്രചരണത്തിന് ഒരു പങ്കുണ്ട്. ആ പ്രചരണ കാലയളവ് പ്രത്യേകിച്ചൊരു ഹ്രസ്വദൂരം ആകുമ്പോൾ ഈ ഓഫ് ദി ബ്ലോക്സ് ഫസ്റ്റ് എന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതേസമയം ഇതൊരു 40-45 ദിവസത്തെ പ്രചരണം ഉണ്ടായിരുന്നെങ്കിൽ അതത്രത്തോളം നമുക്ക് പറയാൻ കഴിയില്ല. ഇത് നമുക്കൊരു 20-24 ദിവസം മാത്രം പ്രചരണം അവശേഷിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും നേട്ടമാണ്. അവരെല്ലാം ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് നേട്ടമാണ്. അല്ലെങ്കിൽ തന്നെ ഈ പ്രചരണ ദിവസം കുറവായിരിക്കുമ്പോൾ നിലവിലുള്ള മുഖങ്ങൾക്ക് സിറ്റിംഗ് MLA-മാർക്ക് ഒക്കെ കുറച്ചുകൂടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മണ്ഡലത്തിൽ അവർക്ക് അവരുടെ മുഖവും അവരുടെ കാര്യങ്ങളും കുറച്ചുകൂടെ പരിചിതമായിരിക്കും. അതെല്ലാം അനുകൂലമായിക്കൊള്ളണം എന്നില്ല. എന്നാലും പ്രചരണത്തിന്റെ ഒരു വീക്ഷണകോണിൽ മാത്രം നോക്കിയാൽ ആ ഒരു അഡ്വാൻറ്റേജ് സിറ്റിംഗ് MLA-മാർക്കുണ്ട്. ആ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജും കൂടുതൽ UDF-നേക്കാൾ കൂടുതൽ LDF-നുണ്ട് എന്ന് നമുക്കറിയാം. കാരണം അവർക്ക് 90-ൽ അധികം MLA-മാരുണ്ട്. അപ്പോൾ അതിലെ പലരും സിറ്റിംഗ് MLA-മാരും മത്സരിക്കുകയാണ് ഇപ്രാവശ്യം. അപ്പോൾ അതിൻ്റെ ഒരു മേൽക്കൈയും അവർക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇലക്ഷൻ പ്രചരണം വരികയും വളരെ പെട്ടെന്ന് അവർ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും അവർ നിശ്ചയിച്ച ഉടൻ തന്നെ ഔദ്യോഗികമായ പ്രചരണത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തത്. പല സ്ഥലങ്ങളിലും അനൌദ്യോഗികമായി പ്രചരണങ്ങൾ മറ്റ് സ്ഥാനാർത്ഥികൾ നടത്തുന്നുണ്ടെന്ന് അറിയാഴികയല്ല. എന്നാലും ഒഫീഷ്യലായിട്ട് മറവില്ലാതെ ഇറങ്ങാൻ കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഓളം സൃഷ്ടിക്കൽ എന്ന് നമ്മൾ പറയുമല്ലോ, അത് തീർച്ചയായിട്ടും അവരിന്ന് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും LDF സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം UDF ഇപ്രാവശ്യം നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പ്രചരണ രംഗത്ത് നേരത്തെ തന്നെ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ് പതിവിന് വിപരീതമായി ഞങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാക്കുമെന്നും ഒരു തർക്കവും ഉണ്ടാകില്ല എന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഏതാണ്ട് ജാനുവരി അവസാനത്തോടു കൂടി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ അവർ തന്നെ തീരുമാനിച്ച് പ്രഖ്യാപിച്ച ഒരു കാര്യം അവർക്കിപ്പോഴും നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിലുള്ള ചില വൈരുദ്ധ്യങ്ങളിലേക്കും കൂടിയാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.